സിനിമ മലയാളി ഫ്രം ഇന്ത്യ. ഈ സിനിമയ്ക്ക് ഞങ്ങളിലെ ആസ്വാദകനെ തീരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. 2-3 ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എഴുതി തീർക്കേണ്ട ഷാരിസ് മുഹമ്മദിൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ ഡിജോ ജോസ് ആൻ്റണി, ലിസ്റ്റൻ സ്റ്റീഫൻ്റെ 15 കോടി രൂപ ചെലവാക്കി ഒരു സിനിമയാക്കിയിരിക്കുന്നു. അതാണ് മലയാളി ഫ്രം ഇന്ത്യ. സോഷ്യൽ മീഡിയയിൽ വൈറലായ ക്രിഞ്ച് വീഡിയോകൾ അപ്പാടെ പകർത്തി എഴുതിയ ഷാരിസ് മുഹമ്മദ് നിലവിലെ മലയാള സിനിമയിലെ വിജയിച്ച കഥ പറച്ചിൽ രീതിയായ കേരളത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കഥയെ ആദ്യം ഗൾഫിലെത്തിച്ചു. പിന്നീട് ഒരു പടി കൂടെ കടന്ന് പാകിസ്ഥാൻ വരെ എത്തിച്ചു. സിനിമയിൽ രാഷ്ട്രീയം പറയുക എന്നത് കലാപരമായ ഒരു കാര്യമാണ്. ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചുറ്റുപാടും നിരന്തരം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പ്രേക്ഷകൻ ഒരു വിനോദത്തിനായി തിയേറ്ററിലെത്തുമ്പോൾ അവൻ കേട്ടുമടുത്ത രാഷ്ട്രീയത്തെ അതേപടി അവൻ്റെ മുന്നിൽ ഛർദ്ദിച്ചു വയ്ക്കാതെ മികച്ച കഥാസന്ദർഭങ്ങൾ ഒരുക്കി വിദഗ്ധമായി സിനിമയിലൂടെ ഒളിച്ചു കടത്തണമായിരുന്നു തിരക്കഥാകൃത്ത്. ഇവിടെ ഷാരിസ് മുഹമ്മദ് പരാജയപ്പെട്ടു. ഡിജോ ജോസ് ആൻ്റണിയുടെ സംവിധാനത്തിലേക്ക് എത്തിയാൽ അലസമായ ഒരു മേക്കിംഗ് ആണ് അയാൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ചെയ്ത സുധീഷ് എൽമണിൻ്റെ ഫ്രെയിമുകൾ മോശമാണെന്ന് തിരിച്ചറിയാനോ ശ്രീജിത്ത് സാരംഗിൻ്റെ എഡിറ്റിങ്ങുകളിലെ പിഴവുകൾ കണ്ടെത്താനോ ഡിജോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അടിത്തരളകിയാൽ എല്ലാം ഇളകും എന്ന് പറയുന്നത് പോലെയാണ് സിനിമയുടെ തിരക്കഥയിൽ തുടങ്ങിയ പാളിച്ച ജെയ്ക്സ് ബിജോയിയുടെ സംഗീതത്തിൽ വരെ നിഴലിക്കുന്നുണ്ട്. സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് എത്തിയ നിവിൻ പോളി തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അയാളിലെ നടൻ എവിടെയും പോയിട്ടില്ല. ഈ സിനിമയിൽ മൽഘോഷായി എത്തിയ ധ്യാൻ ശ്രീനിവാസനെ കണ്ടപ്പോൾ കുഞ്ഞിരാമായണത്തിലെ ലാലുവിന് താടിയും മീശയും വന്നത് മാത്രമാണ് അയാളിൽ നടൻ വന്ന മാറ്റം. ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് പോലെയല്ല സിനിമ അഭിനയം. അത് നല്ല ശ്രമകരമായ കലാപരമായ പരിപാടിയാണ്. ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. പിന്നെ പാകിസ്ഥാനിയായി അഭിനയിച്ച ആ ചേട്ടൻ നന്നായിരുന്നു. ബാക്കി ഒരു കഥാപാത്രവും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിർത്തുന്നു. ഡിജോയ്ക്കും ഷാരിസിനും ലിസ്റ്റൻ സ്റ്റീഫനും കഥാമോഷണ പരാതിയില്ലാത്ത മറ്റൊരു നല്ല സിനിമ ചെയ്യാൻ കഴിയട്ടെ. നന്ദി.